യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ 1-2 തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീ സംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായി ഉള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻ പറഞ്ഞ 2 ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കവുമായിട്ടാണ്. ഇതിനു പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ്. മൂത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഉള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂററ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കാഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണങ്ങൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നത് മൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രൊലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിതഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്ക് ആവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ.
ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൾ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്കാക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ട്രെയിനിങ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗൾസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിൻമെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും. സ്ലിംഗ് ഓപ്പറേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന് ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവെക്കുന്നു. ഇതിലൂടെ പേശികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ ഇന്റർസിം പോലുള്ള ഡിവൈസസ് ഉണ്ട്. ഇത് സ്പൈനൽ കോഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്. സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയ മുഖമുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിൻ്റെതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കാത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചു വെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്. പ്രകാശധാര